നമ്മുടെ നാടുകളിൽ വളരെയധികം നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഗവൺമെന്റിന്റെ പദ്ധതികൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ റോഡിൻ്റെതായാലും പാലത്തിൻ്റെതായാലും ബിൽഡിങ്ങുകളുടെ ആയാലും വളരെയധികം വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വർക്കുകളെല്ലാം എന്തടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ തയ്യാറാക്കുന്നത്, എന്തടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ റേറ്റുകൾ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. കാരണം ആ ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ നിലവിലെ ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് വരുന്ന കോസ്റ്റ് എന്താണ്, ഗവൺമെന്റ് നിജപ്പെടുത്തിയ കോസ്റ്റ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തത്, ഈ ഒരു പ്രവൃത്തിക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മുടെ നാട്ടിൽ ഒരു വർക്ക് നടക്കുമ്പോൾ അത് ആ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഡൽഹി ഷെഡ്യൂൾ റേറ്റ്സ് എന്നുള്ള CPWD പുറത്തിറക്കുന്ന, അവർ വർഷങ്ങളിൽ പുറത്തിറക്കുന്ന ഒരു മാനുവലാണ്. ഡൽഹി ഷെഡ്യൂൾ റേറ്റ്സ് എന്നുള്ളത് ഓരോ വർഷവും അതിൽ പുതിയതായിട്ടുള്ള മെറ്റീരിയലുകൾ വരും, പുതിയ സാധനങ്ങളൊക്കെ അതിൽ വരും. പക്ഷെ ഇന്ത്യ പോലെ ഒരു വലിയൊരു രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും ഒരേ റേറ്റ് നടപ്പാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കൽ അല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ DSR പ്രതിപാദിപ്പിക്കുന്ന ഐറ്റംസ്, ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഐറ്റം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ വർക്കാണെന്ന് കരുതുക. ആ സ്റ്റീൽ വർക്കിന് മുംബൈയിലുള്ള റേറ്റ് ആവില്ല കേരളത്തിൽ തന്നെ ആലപ്പുഴയിലുള്ള റേറ്റ് ആവില്ല മലപ്പുറത്തുള്ള റേറ്റ് ആവില്ല മറ്റു ഭാഗങ്ങളിൽ. അപ്പോൾ ഇത് ഗവൺമെന്റ് കാലാകാലങ്ങളിലായിട്ട് അവിടെ വരുന്ന കോൺട്രാക്ടർമാർ കോട്ട് ചെയ്യുന്നതും അതുപോലെ നിലവിൽ അവിടുത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ റേറ്റ് കണക്കാക്കിയതിന് ശേഷം അവിടേക്ക് ഒരു കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാൽക്കുലേഷൻ ഗവൺമെന്റ് എല്ലാ വർഷവും ഇറക്കും. അപ്പോൾ ആ കോസ്റ്റ് ഇൻഡെക്സിൽ പറഞ്ഞിട്ടുള്ള ശതമാനം നമ്മുടെ DSRലെ റേറ്റുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്തതാണ് ആക്ച്വൽ നമ്മുടെ ഒരു സ്ഥലത്തെ കോസ്റ്റ്. DSRന്റെ കൂടെ തന്നെ ഉള്ള അതിൻ്റെ ഒരു അനുബന്ധ ഡോക്യുമെന്റ് ആണ് DAR, ഡൽഹി അനാലിസിസ് ഓഫ് റേറ്റ്സ്. ഈ DSRൽ നമ്മുടെ ഐറ്റം എന്താണ് എന്നുള്ളതാണ് പറയാം. ഒരു ടൈൽ വർക്കാണോ, അല്ലെങ്കിൽ ഒരു എക്സ്കവേഷൻ ആണോ, ഒരു ബ്ലോക്ക് വർക്കാണോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പ്ലിറ്റ്, ഇതിന് എത്രയാണ് ഇതിന് മെറ്റീരിയൽസ്, ഒരു നിശ്ചിത അളവ്, ഒരു M3 വോളിയം ആണെന്നുണ്ടെങ്കിൽ ഒരു M3, അല്ലെങ്കിൽ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു M² എത്രയാണ് അതിന് വേണ്ടി വരുന്ന ലേബർ, അതുപോലെ അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതിൽ ഏത് തരം മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് DAR. അതിൻ്റെ ഒരു അനാലിസിസ് റിപ്പോർട്ടാണത്. ഈ രണ്ട് ഡോക്യുമെന്റ്സും കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലുള്ള വർക്കുകളെല്ലാം നടത്തുന്നത്. ഇത് ഒന്നുകൂടി എളുപ്പമായിട്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് ഒന്നുകൂടി ഈ ഒരു PDF നമ്മൾ പരതി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് എന്നുള്ള കേരള ഗവൺമെന്റ് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലൂടെ നമുക്ക് ഈ റേറ്റുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആ വെബ്സൈറ്റിൽ ഒന്നും കൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. ഏതാണോ നമുക്ക് വേണ്ട കാറ്റഗറി, ആ ഒരു കാറ്റഗറി നമുക്ക് പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റേറ്റുകളും അതിൽ വരുന്ന ഐറ്റംസുകളും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു സൗകര്യം നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പൗരനും ഇത് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലെ വർക്കുകളുടെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള വർക്കുകളിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സഹായിക്കും. നമ്മൾ പറഞ്ഞ പോലെ ഈ DSRും അതേപോലെ പ്രൈസൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് DAR 2021 ഇപ്പോൾ പുതിയതായിട്ട് വന്നത് അതാണ്. അപ്പോൾ അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് വോളിയം 1ഉം വോളിയം 2ഉം കിട്ടും. ഇത് സിവിലിലും ഉണ്ട്, അതേപോലെ ഇലക്ട്രിക്കലിലും ഉണ്ട്. നമ്മളിപ്പോൾ സിവിലിൽ വോളിയം 1 എന്നുള്ള എടുക്കാം.
അതിൽ ഇതുപോലുള്ള ഒരു PDF കോപ്പിയാണ് നമുക്ക് കാണാൻ പറ്റുക. സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് അനാലിസിസ് ഓഫ് റേറ്റ് ഫോർ ഡൽഹി. ഇതിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം നമ്മളൊന്ന് എടുത്തു നോക്കാം. ഇത് നമ്മൾ ഒരു കോൺക്രീറ്റ് എന്നുള്ള ഒരു ഐറ്റം, ഇത് നമ്മൾ കോൺക്രീറ്റ് എന്നുള്ള ഒരു ഐറ്റം നമ്മൾ എടുത്തു. അതിലിപ്പോൾ സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റ് വിത്ത് 1:1.5 into 3 M20 ഗ്രേഡിലുള്ള ഒരു കോൺക്രീറ്റ് ഒരു M³ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസിന്റെ ഒരു അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇവിടെ ഇതാ, അപ്പോൾ ഇതിൽ ഒരു M³ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമെന്റ് എത്ര ക്വാണ്ടിറ്റി വേണം, അതേപോലെ നമ്മുടെ മെറ്റൽ എത്ര വേണം, ഇതിലേക്കുള്ള ലേബേഴ്സ് എത്ര വേണം, ഇതിലേക്ക് ഒരു GST ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്, അതേപോലെ കോൺട്രാക്ടർക്ക് പ്രോഫിറ്റ് ഒരു 15% അത്, അങ്ങനെ ആ ഒരു ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള എല്ലാ ഡാറ്റകളും ആ ഒരു ഐറ്റത്തിൽ നമുക്ക് തരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസിലി നമുക്ക് ഒരു ഐറ്റത്തിൻ്റെ കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമുക്ക് പ്രൈസിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡാറ്റ കണ്ടെത്താം. അത് ഒരു പരിധിയിലധികം നമുക്ക് ഇതിനേക്കാളും ഒന്നുകൂടി എളുപ്പമാണ്. അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗൂഗിളിൽ തന്നെ പ്രൈസ് കേരള എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ളൊരു വെബ്സൈറ്റ് വരും. അതിൽ പ്രൈസ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ബുക്ക് എന്നുള്ള ഈ ഭാഗം, ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള ഒരു കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. നമ്മൾ ഓരോ റീജിയൻ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് ഇൻഡെക്സ് ഓരോ റീജിയനിലേതും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോസ്റ്റ് ഇൻഡെക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു PDF നമുക്ക് ഓണായി വരുന്നതാണ്. ഇപ്പം നമ്മൾ ഡാറ്റ ബുക്ക് എന്നുള്ള ഭാഗം എടുക്കുക. അതിൽ 2018 വരെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ 2018 ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ റോഡുണ്ട്, ബിൽഡിംഗ്, മോഡ്, ഇലക്ട്രിക്കൽ, അങ്ങനെ സബ് ഹെഡുകൾ വേറെ ഉണ്ട്. നമുക്കിപ്പോൾ ബിൽഡിംഗ് എടുക്കാം. ഈ ബിൽഡിങ്ങിൽ തന്നെ അനേകം സബ് ഹെഡുകളുണ്ട്. എർത്ത് വർക്ക്, കോൺക്രീറ്റ്, റീൻഫോഴ്സ്മെന്റ്, ബ്രിക്ക് വർക്ക്, വുഡ് വർക്ക്, സ്റ്റീൽ വർക്ക്, അങ്ങനെ എല്ലാ സബ് ഹെഡുകളും ഇതിലുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്നുള്ള ഐറ്റം എടുക്കുകയാണ്. ഇതിൽ ഒരു M20 ഗ്രേഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 20 mm മെറ്റൽ, അതുപോലെ നമ്മുടെ 10 mm സൈസുള്ള മെറ്റൽ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോണ്, അതുപോലെ അതിൻ്റെ കോസ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, അതിൻ്റെ സിമെൻറ്റ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വളരെ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു ടോട്ടൽ റേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6200.45 ഒരു M³ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രേഡ് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് വരിക. ഇതിലേക്ക് നമ്മൾ നമ്മളെ റീജിയൻ്റെ കോസ്റ്റ് ഇൻഡെക്സ് എന്താണോ വരുന്നത് ആ ഒരു കോസ്റ്റ് ഇൻഡെക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതുകൂടെ അതിൻ്റെ കൂടെ വരുന്നതാണ്. ഇത്രയാണ് നമുക്കിത് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. നിലവിൽ ഇതുപോലെയാണ് നമുക്ക് കോസ്റ്റ് ഇൻഡെക്സ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. കോസ്റ്റ് ഇൻഡെക്സ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളിലെ കോസ്റ്റ് ഇൻഡെക്സ് നമുക്ക് കാണാൻ പറ്റും. ആലപ്പുഴ, കാലിക്കറ്റ്, ചെന്നൈക്കര, എറണാകുളം, ഇടുക്കി, കണ്ണൂർ. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും നമ്മളൊരു എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആലപ്പുഴ തന്നെ എടുക്കാം. ആലപ്പുഴ 141.53% വർധനവാണ് നമ്മുടെ DARൽ പറഞ്ഞ തുകയേക്കാൾ. അപ്പോൾ 6000 രൂപയാണ് നമുക്ക് DARൽ നമ്മളെ കോസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ 141% അതിൻ്റെ 41% അധികം തുക വർദ്ധിപ്പിച്ച എമൗണ്ട് ആയിരിക്കും നമ്മുടെ അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആയിട്ട് വരുന്നത്. അത് ഓരോ സ്ഥലങ്ങളിലെയും അവിടുത്തെ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഈ ഒരു ശതമാനത്തിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഇതും വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക് ഈ ഒരു കാര്യത്തിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്.